ചുവപ്പുനാടകളിൽ കുരുങ്ങി ഒരു സാധാരണക്കാരന്റെയും ജീവൻ അപകടത്തിലാകരുത് എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് വെറും വാക്കല്ലെന്ന് തെളിയിച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന വകുപ്പ് മന്ത്രി കെ.എ. തുളസിയുടെ ഓഫീസ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു പിന്നാലെ വെള്ളിയാഴ്ച ഓഫീസിലെത്തിയ അടിയന്തര ചികിത്സാ സഹായ ഫയൽ മണിക്കൂറുകൾക്കകം തീർപ്പാക്കിയാണ് മന്ത്രിയുടെ ഓഫീസ് മാതൃകയായത്. കോട്ടയം ഗവർണർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര ഹൃദ്രോഗത്തെ തുടർന്ന് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് CABG വിധേയനാകേണ്ടി വന്ന കൊക്കയാർ സ്വദേശിയായ 67-കാരൻ ടി. കുട്ടപ്പനാണ് വകുപ്പിന്റെ മിന്നൽ വേഗത്തിലുള്ള ഇടപെടലിലൂടെ തുണ ലഭിച്ചത്. മണിക്കൂറുകൾക്കകം ഫയൽ ക്ലിയർ, തുക കൈമാറി. രോഗിയുടെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി 1,30,000 രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അയച്ച കത്ത് വെള്ളിയാഴ്ചയാണ് ഡയറക്ടറേറ്റിൽ നിന്നും മന്ത്രിയുടെ ഓഫീസിലെത്തുന്നത്. രോഗി പട്ടികവർഗ സെയിന്റ് വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പരിശോധിച്ച ശേഷം മന്ത്രി കെ.എ. തുളസിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഫയൽ അടിയന്തരമായി പരിഗണിച്ച് തുക അനുവദിക്കുകയായിരുന്നു. ധനസഹായം ഇങ്ങനെ: സമഗ്ര ആദിവാസി ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് തുക അനുവദിച്ചത്. മെഡിക്കൽ കോളേജിലെ CTVS-ETVS വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനീത വി. നായർ നൽകിയ സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് തുക നിശ്ചയിച്ചത്. ആകെ അനുവദിച്ച തുക 1,30,000 രൂപ. ചുവപ്പുനാടകളിൽ കുരുങ്ങി ഒരു ജീവനും അപകടത്തിലാകരുത്. സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കൃത്യസമയത്ത് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിൽ വകുപ്പ് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. അധികാരമേറ്റയുടൻ തന്നെ ജനപക്ഷത്തുനിന്നുകൊണ്ടുള്ള ഇത്തരം ദ്രുതഗതിയിലുള്ള നടപടികളിലൂടെ വലിയ ജനശ്രദ്ധയും കയ്യടിയുമാണ് പുതിയ മന്ത്രിയും ഓഫീസും നേടുന്നത്.